വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവിധ സോണുകൾ തിരിച്ചാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതെങ്കിൽ ഇന്ന് ചൂരൽമല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പ്രധാനമായും നടക്കുന്നത്. ചൂരൽമലയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഏതു രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്? അതീവ ദുഷ്കരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വീട്, വലിയ കെട്ടിടങ്ങൾ ഒക്കെ തന്നെ തകർന്നു വീണു. അതിൻ്റെ മുകളിൽ മൺകൂനകൾ ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതു രീതിയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്? രോഹിണി, ചൂരൽമലയിൽ കടാർ നായ്ക്കളുടെ സഹായത്തോടുകൂടി ഓരോ പ്രദേശത്തും മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കടാർ നായ്ക്കൾ തിരിച്ചറിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ റഡാർ സിഗ്നലുകൾ ലഭിക്കുന്ന പ്രദേശങ്ങളിലും വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ പല കേന്ദ്രങ്ങളിലും വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിന് പകരം ഇത്തരത്തിൽ റഡാർ സിഗ്നലുകളും ഐബോർഡ് റഡാർ സിഗ്നലുകളും ഒപ്പം തന്നെ കടാർ നായ്ക്കൾ തിരിച്ചറിയുന്ന പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായി വലിയ രീതിയിലുള്ള കുഴികൾ എടുത്താൽ മാത്രമാകും ഈ പ്രദേശങ്ങളിൽ നിന്ന് മൃതദേഹത്തിന്റെ ഭാഗങ്ങളുമെല്ലാം കണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വലിയ കുഴി ഇവിടെ എടുക്കുന്നത് കാണാം. ചൂരൽമലയിൽ ചാലിയാർ പുഴ ഒഴുകുന്നതിന് തൊട്ട് സമീപത്തായുള്ള ഒരു പ്രദേശത്താണ് വലിയ രീതിയിലുള്ള ഒരു കുഴി എടുത്തുകൊണ്ട് അവിടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. കടാർ നായ ഇവിടെ ഈ ശരീരഭാഗങ്ങൾ തിരഞ്ഞ് വന്നപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു സ്ഥലമാണിത്. ഇവിടെ അധിക സമയം കടാർ നായ നിൽക്കുകയും ഇവിടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ ഭൂമിക്കടിയിൽ ഉണ്ടാകാമെന്നുള്ള ഒരു സൂചന ഈ ദൗത്യ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വലിയ കുഴിയെടുത്തുകൊണ്ട് JCB ഉപയോഗിച്ചുകൊണ്ട് വലിയ കുഴിയെടുക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മണ്ണാണ്, ചെളിയാണ്. ചെളി പൂണ്ട് വളരെ വലിയ രീതിയിൽ താഴേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 30 അടി 40 അടി താഴ്ചയിലൊക്കെ കുഴി എടുത്താൽ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നിന്നും ശരീരഭാഗങ്ങളോ മൃതശരീരമോ ഒക്കെ കണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്പസമയം മുൻപ് തന്നെ ചാലിയാർ പുഴയിൽ നിന്നും ചുഴയുടെ തൊട്ടടുത്തുള്ള മേഖലയിൽ നിന്നും 2 മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. ചൂരൽമലയിൽ വില്ലേജ് ഓഫീസിന് സമീപത്ത് നിന്നാണ് ഈ 2 മൃതദേഹങ്ങൾ അല്പസമയം മുമ്പ് കണ്ടെത്തിയത്. അത് ആംബുലൻസിൽ ഇവിടെ നിന്നും മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചൂരൽമല കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു സാധ്യത സൈന്യം നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും ലഭിക്കുകയും ചെയ്തത് ഈ ചൂരൽമലയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തും പരിശോധനകളുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വ്യാപകമായ തിരച്ചിലിലേക്ക് പോയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഡാർ പരിശോധനകളിലൂടെയും ഐബോർഡ് പരിശോധനകളിലൂടെയും അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ചില കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്കാണ് കടക്കുന്നത്. ഇന്നലെ 20 സിഗ്നലുകളാണ് റഡാർ പരിശോധനയിൽ കിട്ടിയത്. ഈ 20 സിഗ്നലുകളിൽ നിന്നും അതിതീവ്ര സിഗ്നലുകളുള്ള 8 പ്രധാന മേഖലകൾ കണ്ടെത്തി. ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ JCB എത്തി വളരെ വലിയ രീതിയിൽ മണ്ണ് മാന്തി വലിയ കുഴികളെടുത്ത് വലിയ താഴ്ചയിൽ കുഴികളെടുത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശ്യം. ഏറ്റവും പരമപ്രധാനമായി പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. 180-ലധികം മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്, ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു കാര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം വൈകിപ്പിക്കാതെ ഏറ്റവും ത്വരിതഗതിയിലുള്ള ഒരു ശ്രമത്തിലൂടെ പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ ദൗത്യ സംഘം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആഴത്തിലുള്ള കുഴികളാണ് ഓരോ ഭാഗത്തും എടുത്തുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴ ഒഴുകുന്നതിന് തൊട്ട് സമീപത്തുള്ള മേഖലയാണിത്. ഒരു ക്ഷേത്രവും ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി ഇവിടെ നിന്നും പോയി. ഒപ്പം തന്നെ പല മേഖലകളിലും ഈ ഭാഗത്തെ പല മേഖലകളിലും വലിയ കുഴികൾ രൂപപ്പെട്ട് വലിയ മൺകൂനകൾ രൂപപ്പെട്ട് ചെളിക്കൂമ്പാരം രൂപപ്പെട്ട് ചതുപ്പ് നിലത്തിനു സമാനമായ രീതിയിലേക്ക് ഇവിടുത്തെ ഭൂപ്രകൃതി മാറിയിരിക്കുകയാണ്. ഘടനാപരമായി ഒരുപാട് വ്യത്യാസങ്ങൾ ഈ മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു വലിയ ശ്രമഫലത്തിന്റെ ഭാഗമായി മാത്രം മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ശ്രമഫലത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ പരിശോധനയിൽ രാവിലെ തുടങ്ങി ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 5 മണിക്കൂറിന് അപ്പുറത്തേക്ക് ഈ പരിശോധന നീളുന്നു. അപ്പോഴും ചൂരൽമല മേഖലയിൽ നിന്ന് 2 മൃതശരീരങ്ങൾ മാത്രമാണ് ഇത്രയും സമയം കൊണ്ട് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളൊരു കാര്യവുമുണ്ട്. അതിനും വിഘ്നമായി തടസ്സമായി നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ചെളി കൂമ്പാരമാണ്. ഈ ചെളി കൂമ്പാരം എത്രയോ ആഴത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഭൂപ്രകൃതി മാറിയിരിക്കുന്നു. ചതിപ്പിന് സമാനമായ അവസ്ഥയിലേക്ക് ഇവിടുത്തെ മണ്ണ് മാറിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും കാല് കുത്തുമ്പോൾ വളരെ ആഴത്തിലേക്ക് കാലുകൾ ആഴ്ന്നിറങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും മണ്ണിന്റെ ഭൂപ്രകൃതി മാറിമാറുകയുമൊക്കെ ചെയ്തിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ പുരോഗമിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും തിരച്ചിലുകളുണ്ട്. മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തും
പ്രദേശത്തും തിരച്ചിലുകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വ്യാപകമായ തിരച്ചിൽ ഇല്ലെങ്കിൽ കൂടി ഈ റഡാർ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് കെടാർ നായകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വലിയ രീതിയിലുള്ള ശ്രമഫലമായ തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം ഇനിയും 180ഓളം പേരെ കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തിരച്ചിലിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നേരത്തെ വിവിധ സോണുകളായി തിരിച്ച് പരക്കെ ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. പകരം സിഗ്നലുകൾ ലഭിക്കുകയും കെടാവർ നായ്ക്കൾ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം തിരച്ചിൽ നടത്തുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ? അവിടെ പരമാവധി കുഴിച്ച് മൃതശരീര അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന കേന്ദ്രീകൃതമായ രീതിയിലേക്ക് പോവുകയാണല്ലേ? തീർച്ചയായും രോഹിണി, അങ്ങനെ തന്നെയാണ്. പ്രധാനമായും ദൗത്യസംഘം തിരച്ചിലിന് വേണ്ടി കൂടുതൽ സമയം എടുക്കുന്നത് ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ തന്നെയാണ്. പക്ഷേ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. ആ ഭാഗങ്ങളിലും രക്ഷാദൗത്യ സേനയെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള പല ആളുകളുടെയും നേതൃത്വത്തിലുള്ള ആംബുലൻസ്, പോലീസ്, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിഭാഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള തിരച്ചിലുകൾ ആ മറ്റു ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഊർജിതമായിട്ടുള്ള, കൂടുതൽ ശ്രമഫലമായിട്ടുള്ള, കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുകൾ ഇത്തരത്തിൽ തന്നെ റഡാർ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്ന മേഖലകളിലും ഒപ്പം തന്നെ കെടാർ നായ്ക്കൾ സാന്നിധ്യം, മൃതശരീരത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതായുള്ള മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ചാലിയാർ പുഴയിലും വനമേഖലകളിലെല്ലാം ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെയാണ് തിരച്ചിലുകൾ നടക്കുന്നത്. അവിടെയുള്ള പ്രദേശവാസികളുടെ അടക്കം സഹായം തേടിക്കൊണ്ട്, വനവാസികളുടെ അടക്കം സഹായം തേടിക്കൊണ്ടാണ് ഈ ചാലിയാർ പുഴ അവസാനിക്കുന്ന വനമേഖലകളിൽ ഇന്നും തിരച്ചിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. വനവാസികളുടെ വലിയ രീതിയിലുള്ള സഹായം ഈ നിലമ്പൂർ വനമേഖലയിലും പോത്തുങ്കൽ വനമേഖലകളിലുമുള്ള മേഖലകളിലൊക്കെ തിരച്ചിൽ നടത്തിയപ്പോൾ ആ ദൗത്യ സംഘത്തിന് ലഭിച്ചിരുന്നു. സമാനമായ രീതിയിൽ തന്നെ കൂടുതൽ ദൗത്യ സേനാംഗങ്ങൾ, ദൗത്യ സംഘത്തെ സഹായിക്കുന്നതിന് വേണ്ടി സന്നദ്ധ സംഘടനകൾ അടക്കം എത്തിയിരിക്കുന്ന ആളുകൾ ഈ മേഖലകളിലേക്ക് പോയിട്ടുണ്ട്. ചാലിയാർ പുഴയിലും ഈ മേഖലകളിലും ദൗത്യ സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ, സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിലിലേക്കാണ് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നത്. സൈന്യം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതുപോലെ റഡാർ സിഗ്നലുകളും നായ്ക്കൾ സാന്നിധ്യം തിരിച്ചറിയുകയും ഒക്കെ ഉള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് സൈന്യം കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ഭാഗങ്ങളിൽ പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഒക്കെ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏത് മേഖലകളിൽ നിന്നായാലും പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ഇനിയുള്ള ഘട്ടത്തിലെ പ്രധാന കാര്യം. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലേതിന് പോലെയല്ലാതെ ഈ പ്രകൃതി ഒരു അനുകൂല കാലാവസ്ഥ ഒരുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. വെയിലുദിക്കുന്ന ഒരു കാലാവസ്ഥയിലേക്ക് ഈ നാട് മാറിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ ഒരു മാറ്റത്തിന് ശേഷമാണ് അങ്ങനെ വെയിൽ ഉദിക്കുന്ന, കുറച്ച് സമയം അധികം വെയിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലേക്ക് ഈ പ്രദേശം മാറിയത്. അതുകൊണ്ട് തന്നെ ചെളി, നേരത്തെ പൂണ്ട് കൂമ്പാരമായി കിടന്നിരുന്ന ചെളി, കാല് നിലത്തുറയ്ക്കാത്ത രീതിയിൽ ചെളി കൂമ്പാരമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മണ്ണ് അല്പം കനപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട്. മണ്ണ് വെയിൽ ഉദിച്ച് വെയിലിന്റെ സാന്നിധ്യം കൊണ്ട് കുറച്ചൊക്കെ ചെളി പൂണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം കൂടുതൽ നല്ല രീതിയിൽ, കൂടുതൽ മികച്ച രീതിയിൽ നടപ്പാക്കാനും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ദൗത്യ സേനാംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. തിരച്ചിൽ എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സംശയം തോന്നുന്ന ഭാഗങ്ങളാണ് ആഴത്തിൽ കുഴിച്ചു നോക്കുന്നത്. കാരണം ഈ ഭൂപ്രകൃതി ആകെ മാറിപ്പോയിരിക്കുന്ന ഉരുൾപൊട്ടലിലൂടെ ഇവിടെയെല്ലാം വീടുകൾ നിരനിരയായി ഉണ്ടായിരുന്നതാണ്. ആ വീടുകളൊക്കെ തകർന്ന് അടിഞ്ഞ് അതിന് മേലെ മീറ്ററുകളോളം ഉയരത്തിൽ മൺകൂനകളായി രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരച്ചിൽ നടത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള കുഴികൾ എടുത്തു നോക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുകയാണ്, ആദ്യത്തെ ആ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം തികച്ചും ചെളി മാത്രമാണ്, ചെളിയും വെള്ളവും കലർന്ന ഒരു ഭാഗം മാത്രമാണ്. വളരെ ശ്രമകരമായ ദൗത്യമാണ്. കാരണം ഇതിനി ആഴങ്ങളിലേക്ക് എത്തും തോറും അതിലെ വെള്ളത്തിൻ്റെയും ചെളിയുടെയും അംശം കൂടിക്കൊണ്ടിരിക്കും. അതെല്ലാം മാറ്റി പരിശോധന നടത്തുന്നത് മണിക്കൂറുകൾ നീളുന്ന ഒരു തിരച്ചിലിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രോഹിണി, അങ്ങനെ തന്നെയാണ്. ഏത് ഭാഗം എടുത്തു നോക്കിയാലും ഇതേ രീതിയിൽ തന്നെ ശ്രമകരമായ ദൗത്യത്തിലൂടെ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ മൃതദേഹ ഭാഗങ്ങളോ മൃതശരീരങ്ങളോ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. രോഹിണി സൂചിപ്പിച്ചതുപോലെ ഓരോ വലിയ കുഴികളെടുക്കുമ്പോഴും അത് 35 അടി 50 അടി താഴ്ചയിലേക്കൊക്കെ പോകേണ്ട സാഹചര്യമുണ്ട്. മൺകൂനകൾ, മണ്ണും ചെളിയും അടിഞ്ഞ് അതിൻ്റെ ഘടന തന്നെ മാറിയിരിക്കുകയാണ് ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ. എത്രത്തോളം താഴ്ചയിലായിരിക്കും ഈ മൃതദേഹങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ഈ
ഭൂപ്രദേശം. കടാർ നായ്ക്കൾ ഓരോ സ്ഥലത്തും എത്തി അവിടെ സൂചനകൾ നൽകുമ്പോൾ ഉറപ്പായും അവിടെ മൃതശരീരം ഉണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ദൗത്യസേനാംഗങ്ങൾ കടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ തിരച്ചിലിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു ദൗത്യം, അതിൽ ഏറ്റവും പരമപ്രധാനം സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന എന്നത് തന്നെയാണ്. അല്ലാതെ നേരത്തെ ചെയ്തിരുന്നത് പോലെ ഓരോ ഭാഗങ്ങളും കൂടുതൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയാൽ അത് കൂടുതൽ സമയം നഷ്ടമുണ്ടാക്കുന്നതിലേക്ക് മാത്രമായിരിക്കും കടക്കുക. കാരണം ഇനി സമയം പാഴാക്കാനില്ല, പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തണം. പല ഭാഗങ്ങളും അരിച്ചുപെറുക്കിയുള്ള ഒരു തിരച്ചിൽ എന്നതിനേക്കാൾ ഉപരി എവിടേക്കാണോ സിഗ്നൽ ലഭിക്കുന്നത് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കൂടുതൽ സമയം എടുത്തുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയാൽ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ലഭിച്ചേക്കാം, മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചേക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിശോധനകൾ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, ഇങ്ങനെ സിഗ്നൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ, സൂചനകൾ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ സമയം എടുത്തുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കുന്നതെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ 5 JCBകൾ ഈ ചൂരൽമല മേഖലയിൽ തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിലായി തിരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ തന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും മുൻവശത്തും എതിർ ഭാഗങ്ങളിലുമെല്ലാം JCBകൾ അണിനിരന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ വലിയ കുഴികൾ എടുക്കുന്നുണ്ട്, വലിയ കുഴികൾ എടുത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. അതെല്ലാം ഇത്തരത്തിൽ കെടാർ നായ്ക്കൾ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പ്രദേശങ്ങളും സൂചനകൾ ലഭിക്കുകയും ഒക്കെ ചെയ്ത പ്രദേശങ്ങൾ തന്നെയാണ്. വ്യാപകമായ തിരച്ചിൽ ചൂരൽമല മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. JCB ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ ദൗത്യസേനാംഗങ്ങളും അണിനിരന്നിട്ടുണ്ട്. അവർ കൃത്യമായ ഉപദേശങ്ങൾ JCB ഓപ്പറേറ്റർമാർക്ക് നൽകുന്നുണ്ട്. ഏതു ഭാഗമാണ് കുഴിക്കേണ്ടത്, ഏതു ഭാഗമാണ് കൂടുതൽ ആഴത്തിലേക്ക് പോകേണ്ടത്, എത്ര സമയം കുഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ JCB ഓപ്പറേറ്റർമാർക്ക് നൽകിക്കൊണ്ട്, നിർദ്ദേശം നൽകിക്കൊണ്ട് ഇവിടെ ദൗത്യസേനാംഗങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അവർക്ക് കൃത്യമായ സൂചന, ഈ കെടാർ നായ്ക്കൾ എവിടെയാണോ നില ഉറപ്പിച്ചത്, എവിടെയാണോ തമ്പടിച്ചത്, എവിടെയാണോ മണം പിടിച്ചത്, അതിനനുസരിച്ചുള്ള ചില വിവരങ്ങൾ ഈ കെടാർ നായ്ക്കളുടെ പരിശീലിപ്പിക്കുന്ന അതിൻ്റെ ആളുകൾക്കും ദൗത്യസേനാംഗങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ JCB ഓപ്പറേറ്റർമാർക്ക് നൽകിക്കൊണ്ട് അവിടെ ആഴത്തിൽ കുഴിച്ചുകൊണ്ട് അവിടുന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ശ്രമകരം, ഏറെ ദുഷ്കരമാണ് ഈ പ്രവർത്തനം എന്ന് പറയാതെ വയ്യ. എത്ര സമയമെടുത്താലാണ് ഒരു മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യം. പരമാവധി സമയം എടുത്തുകൊണ്ടാണെങ്കിലും ഈ സൂചനകൾ ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ ഇനിയുള്ള സമയം കൂടുതൽ വ്യാപകമായ തിരച്ചിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ മാത്രമായിരിക്കും പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു നടപടിയിലേക്ക് കടക്കാനും സാധിക്കുക.